ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു S&T ഫുഡീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുട്ട കൊണ്ട് ഉണ്ടാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോസ്റ്റ് ആയിട്ടാണ്. ഈ കറിക്ക് ബുൾസ എഗ് റോസ്റ്റ് എന്ന് പറയും. പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതും കുറച്ച് ഇൻഗ്രീഡിയൻസും മാത്രമേ ഈ കറിക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2.5 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1 തണ്ട് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് വഴറ്റി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ വരുന്ന ഓൾ എന്ന ബെൽ ഐക്കോൺ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഒരു ബ്രൗൺ കളർ ആകുന്നവരേക്കും വഴറ്റണം കേട്ടോ. ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നവരേക്കും വഴറ്റി ചെറുതായി അരിഞ്ഞു വെച്ച 2 തക്കാളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റണം. തക്കാളി ഉടയുന്നവരേക്കും വഴറ്റിയെടുക്കണേ. ഇപ്പോൾ തക്കാളി എല്ലാം നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് വറ്റിക്കഴിയുമ്പോൾ ഈ അരപ്പ് കുറച്ച് മാറ്റിയിട്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാമേ. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഓരോരോ മുട്ടയായിട്ട് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി ഈ മുട്ട വെന്ത് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബുൾസ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്.
അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.